ടസർ സിൽക്കിൽ വരുന്ന ഒരു കളക്ഷനാണ്. ടസർ സിൽക്കിൽ ഒരുപാട് വേരിയൻസ് ഉണ്ട്. അതിലൊരു നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു വേരിയൻറ്റ് ഫാബ്രിക്കിലുള്ള കളക്ഷനാണ് കാണുക. ഒത്തിരി ഹെവി വർക്കല്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടമാണ് കണ്ടത്. ഇതിപ്പം നമ്മുടെ ഇതിൻ്റെ 3 കളേഴ്സേ ഉള്ളൂ. 5 കളേഴ്സ് ഉണ്ടായിരുന്നു. ബാക്കി 2 കളേഴ്സ് ഓൾറെഡി ഷോപ്പിൽ നിന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി. സോ ഇനി ഇതിൻ്റെ റീസ്റ്റോക്ക് വരുവാണെങ്കിൽ നമ്മൾ കാണിക്കാത്ത 2 കളേഴ്സുകൾ കാണിക്കും. ഇപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഈ ഒരു കോമ്പിനേഷനാണ്. നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിൻ്റെ ജസ്റ്റ് ബോർഡർ നോക്കിയാൽ മതി. നെക്സ്റ്റ് വണ്ണിൽ വരുമ്പം ഈ ടൈപ്പ് ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കാണ് അതിൽ വന്നേക്കുക, ഒരുപാട് ഇഷ്ടമാവും. ആൻഡ് ലാസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. സോ ഇപ്പോൾ ഫസ്റ്റ് വൺ ഇതുണ്ടോ, ഇതാണ് എൻ്റെ ഡയമണ്ട് ബോർഡർ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡയമണ്ട് ബോർഡർ, തിക്കായിട്ടുള്ളൊരു ബോർഡർ, ചെറിയൊരു ഡ്യുവൽ കളർ തോന്നാനായിട്ടൊരു ചെറിയ കോൺട്രാസ്റ്റ് കോമ്പോയുടെ ബോർഡർ വരുന്നുണ്ട്. പിന്നെ ഇതുണ്ട് ഈ ഫ്ലോറൽ വർക്ക്സ് ആണ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇത് ബ്രഷ് പെയിൻ്റ് അല്ല, ഒരു പ്രിന്റഡ് പാറ്റേൺ ആണെന്ന് തോന്നുന്നു ഇതിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഈ ഫ്ലോറൽ ആയിട്ട് വന്നേക്കുന്നത് അതിൽ ചെറിയ ഹാൻഡ് ടച്ചപ്പ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് ഓൾ ഓവർ ഈ ഒരു വീവിങ് ആണ്, നമ്മുടെ ജൂട്ട് സ്റ്റൈൽ വീവിങ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. നമ്മുടെ ജൂട്ടല്ല, ടസർ വേരിയൻ്റ് ആണ് ഇതെല്ലാം. നല്ല വിട്ടും ലെങ്തും ഉണ്ട്, വേണ്ടോ, നല്ല ലെങ്ത് ഉണ്ട് ഫാബ്രിക്കിന്. ആൻഡ് ഇതിൻ്റെ ബാക്ക് വരുന്നതും ഇതുപോലെ, അതായത് ആ ഹാൻഡ് വർക്ക് ഇല്ലാതെ സെയിം സ്റ്റൈലിൽ തന്നെയാണ് ബാക്ക് പോയേക്കുക. സോ അപ്പം ഇതാണ് എൻ്റെ ലുക്ക്. കണ്ടില്ലേ, ദുപ്പട്ട ഇങ്ങനെ വരുന്ന സെറ്റ്സുകളിലൊന്നും, ഈ പ്രീമിയം സെറ്റ്സുകളൊന്നും ഹെവി ആയിട്ട് ദുപ്പട്ടയിൽ വർക്ക് പോകില്ല. ടസറിൽ തന്നെ ഇതുണ്ട്, വളരെ ഈ ആ പ്രിന്റ് പോലത്തെ വർക്കാണെന്ന് നോക്കിയാൽ അങ്ങനെ ഭയങ്കര ഹൈലൈറ്റഡ് അല്ല, മിനിമൽ ആയിട്ടുള്ള അതായത് കളറാണ് അതിൽ കൊടുത്തേക്കുന്നത്. ബോർഡർ ജസ്റ്റ് ബേസ് ബോർഡർ കൊടുത്തേക്കുന്നു, ബാക്കി ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഒത്തിരി ഓവറല്ല, എന്നാൽ നല്ല പ്രീമിയം ലുക്ക് വരുന്ന സ്റ്റൈലിലാണ് കോൺട്രാസ്റ്റ് ആയിട്ട് പോട്ടു. കൂടുതൽ ഒരു എംബ്രാൾഡ് ഗ്രീൻ്റെ ടച്ചാണ് വന്നിരിക്കുന്നത്. ഫുൾ ആ ഒരു വീവിങ് നല്ല കളർ ഷെയ്ഡാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡ്യുവൽ യൂസിന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ക്രീമാണല്ലോ. പിന്നെ അല്ലാതെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇപ്പോഴും നല്ല ട്രെൻഡിൽ നിൽക്കുന്ന ടസർ വേരിയൻറ്റ് ഫാബ്രിക് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഗെറ്റപ്പ് ആയിരിക്കും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കാണുന്ന പോലെയല്ല, ഇതൊക്കെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നോക്കിയാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ അട്രാക്ഷൻ മനസ്സിലാവും. ഇതെല്ലാം വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. ഈ ടസറിലും ബട്ടർ സിൽക്കിലും ഇതുപോലെ കാണിക്കുന്ന എല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ടൈപ്പ് ഡിസൈൻസ് ആണ്. ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം, ഇതാണ് ലുക്ക്. സോ ഇതാണ് ലാസ്റ്റ് വൺ വന്നേക്കുന്നത്. കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും ഫ്രണ്ടിലും ബാക്കിലും ആ സെയിം പാറ്റേൺ. ഫ്രണ്ടിൽ അഡീഷണലി ഡാമൽ ഈ ഒരു ഫ്രഞ്ച് നോട്ട്സും ചെറിയ സീക്വൻസും കൊടുത്തൊരു ലൈറ്റ് ഹാൻഡ് വർക്കും കൂടെ പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അഡീഷണലി ഫ്രണ്ടിൽ വന്നിരിക്കുന്ന വർക്ക്, ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ഫുൾ സെൽഫ് വീവിങ് ആണ്, റിച്ച് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, പ്രീമിയം ഡിസൈൻ ആണ്. ഒത്തിരി റഫ് ആയിട്ട് ഇങ്ങനെയുള്ള ഡിസൈൻസുകളും ഫാബ്രിക്സും യൂസ് ചെയ്യില്ല. 1540 പ്രൈസ് വന്നിരിക്കുന്നത്. 1540 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. കോൺട്രാസ്റ്റ് ഈ ഒരു കളർ ഷെയ്ഡിൽ മാച്ചിങ് ആവുന്ന PV സിൽക്ക് പ്രീമിയം ബോട്ടോ ആണ്. ഡ്യുവൽ ഷെയ്ഡ് വരുന്ന ടൈപ്പ് ബോട്ടോ ആണ് എല്ലാത്തിലും പെയർ ചെയ്തേക്കുക. 3 ഷെയ്ഡ്സേ ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. വേണ്ടൊരു ഫാസ്റ്റായിട്ട് ഓർഡർ പ്ലേസ് ചെയ്തോളുക. ആൻഡ് ഇതെല്ലാം വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുക. താങ്ക് യു.